ഹലോ. അപ്പൊ ഇന്ന് ശനിയാഴ്ചയായിട്ട് പൊന്നിനും അപ്പനും ക്ലാസ് ഒന്നും ഇല്ലാണ്ട് അപ്പൊ ഏട്ടൻ്റെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പൊ പൊന്നൂസ് ഉച്ചയ്ക്ക് ചോറ് വേണ്ട പകരം എന്തെങ്കിലും ഉണ്ടാക്കി തരാനായിട്ട് പറയണത്. അപ്പൊ പിന്നെ ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നിട്ട് അപ്പൊ അത് നന്നായി കഴുകിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി തിരുമ്മി വെച്ച് ചിക്കനായിട്ട് വറുത്തെടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ അപ്പുറത്ത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് മസാലകളൊക്കെ ഒന്ന് പൊട്ടിച്ച് സവാളയും വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നു. പിന്നെ വെള്ളത്തിലേക്ക് കുറച്ച് പൈനാപ്പിളിൻ്റെ എസൻസ് ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് പിന്നെ നന്നായി തിളയ്ക്കാൻ വെക്കാനായിട്ട് അവിടെ. അപ്പോഴേക്കും ഇപ്പുറത്ത് ചിക്കനൊക്കെ എന്താ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കനിലേക്ക് ഇപ്പോൾ മസാല ഒന്നും ചേർത്തിട്ടില്ല, മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഞാൻ ചേർത്തിട്ട് വറുത്തെടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. 3 ഗ്ലാസ് അരിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് അരിക്ക് എന്ന് വെച്ചാൽ 1.5 ഗ്ലാസ് അരി, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ അരിക്കിട്ട് അടച്ച് വെക്കണം കേട്ടോ. തീ കുറച്ചിടണം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇപ്പുറത്ത് റെഡി ആയി വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ചിക്കൻ വറുത്ത് കോരി വെളിച്ചെണ്ണയിലേക്കായിട്ട് ഞാൻ പിന്നെ സവാള ഇട്ടിട്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സവാള നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോഴേക്കും ഇപ്പുറത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ അരിയിൽ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായി ഇളക്കി വീണ്ടും അടച്ചു വെച്ചു കേട്ടോ. അപ്പോഴേക്കും സവാള മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായി മൂത്ത് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നന്നായി വഴറ്റി വന്ന ശേഷം നമുക്ക് അതിലേക്ക് തക്കാളിയുടെ പ്യൂരി ഒഴിക്കണം കേട്ടോ. തക്കാളിയുടെ പ്യൂരി നന്നായി അരച്ചത് അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി സെറ്റാക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായി മാറണം. അപ്പോഴേക്കും ഇപ്പുറത്ത് റൈസ് റെഡി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തുറന്ന് വെക്കാം. ഇളക്കിയിട്ടൊന്ന് തുറന്ന് വെക്കാം. അല്ലെങ്കിൽ അടച്ചു കഴിഞ്ഞ് വീണ്ടും വേവ് കൂടും. പിന്നെ ഇപ്പുറത്തെ ചിക്കനിലേക്ക് ഞാൻ വീണ്ടും ഗരം മസാല നമ്മൾ പൊടിച്ചിട്ടുള്ള ഗരം മസാല ഇട്ട് അത് പൊടിച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നന്നായി ഇളക്കി സെറ്റാക്കി ഇനി നമുക്കതിലേക്ക് ചിക്കൻ വറുത്തത് ചേർക്കട്ടെ. നന്നായി ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. അതിലേക്ക് എല്ലാத்தைയും ഉപ്പൊക്കെ പിടിക്കണം. പിന്നെ തക്കാളി അടിച്ചിട്ടുള്ള മിക്സിയിൽ അടിച്ചിട്ടുണ്ടായില്ല അതിൻ്റെ വെള്ളമായിട്ട് ഞാൻ ഒഴിക്കണത്. കാരണം കുറച്ച് ചാറിന് കുറവുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇത് മല്ലിയിലയും വേപ്പിലൊക്കെ ഇട്ട് നന്നായി ഇളക്കി അടിപൊളി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റോസ്റ്റ് പോലെയാണ്, നല്ല ടേസ്റ്റ് ആയിട്ട് ഈ കറി. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. ഈ റൈസിലേക്ക് നമുക്കിനി മല്ലിയില ചേർക്കണം. പിന്നെ എൻ്റെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിൻ്റെ ആയിട്ട് അതും ചേർക്കണം കേട്ടോ. പിന്നെ കുറച്ച് തൈര് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും, സവാളയും പച്ചമുളകും ചേർക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പൊന്നും ഇല്ലാത്തതാണ്, അത് ഞാൻ വറുത്ത് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ സവാള വറുത്തിട്ട് ഇതിന് മുകളിൽ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അത് അപ്പൂസിനും മുന്നൂസിനും അത്ര ഇഷ്ടമല്ല, അത് എപ്പോഴും അത് മാറ്റി വെക്കും. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റൈസ് കൊടുക്കാനുള്ള പരിപാടി. ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് റൈസും തൈരും ചിക്കൻ ഫ്രൈയും കൂടി ഞങ്ങൾ കഴിക്കാൻ പോട്ടെ. അപ്പം എന്തെന്നല്ലായിട്ട് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഇന്ന് ഫുഡ് കഴിക്കാനായിട്ടാ. അപ്പൂസിനും മുന്നൂസിനും ഇതുപോലത്തെ റൈസ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല ഇഷ്ടമാണ്. ഈ ചെറിയ അരി വെച്ചിട്ട് ക്യാരറ്റ് വെച്ചിട്ട് റൈസ് ഉണ്ടാക്കട്ടെ, നല്ല ടേസ്റ്റ് ആയിട്ട്. ആ റൈസ് ഞാൻ വേറെ വീട്ടിൽ കാണിച്ചാൽ പിന്നെ കുറച്ച് അടിച്ചുവരനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. പിന്നെ അതേ കുറേ തുണികൾ എൻ്റെ കട്ടിലുമ എടുക്കാനുണ്ടോ, കുറേ ഉണ്ട് കേട്ടോ. കാരണം 2 ദിവസം മഴയെ കാരണം കുറച്ച് വെയിലുണ്ട്. അപ്പോൾ കുറേ എടുത്ത് ഞാൻ അങ്ങനെ ഉണക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ മടക്കി വയ്ക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.